ദാഹിക്കുന്നു. യോഹന്നാൻ 19:28 അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാപത്തിൽ അകപ്പെട്ട മാനവരാശിയുടെ വീണ്ടെടുപ്പിനായി കാൽവരി ക്രൂശിൽ ബലിയായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ ഓർമ്മദിനമാണല്ലോ ഇന്ന്. ഈ വിശുദ്ധ വെള്ളിയാഴ്ച ദൈവമനസ്സിനെ പ്രതീകങ്ങളുടെ നിറകൂട്ടിൽ ചാലിച്ചെടുത്ത യോഹന്നാൻ സുവിശേഷകൻ മാത്രം രേഖപ്പെടുത്തിയതാണ് ക്രൂശിലെ 5-ാം മൊഴി. ക്രൂശിലെ അതികഠിനമായ വേദനയിൽ നിന്നും വന്ന വാക്കുകളാണ് എനിക്ക് ദാഹിക്കുന്നു എന്നത്. പ്രാർത്ഥിക്കാം. സർവശക്തിനും നിത്യനും നീതിമാനം ഭരിക്കുന്ന സ്വർഗീയ നല്ല ദൈവമേ, ഇന്നീ ഉച്ച കഴിഞ്ഞിരിക്കുന്ന ദുഃഖവെള്ളി ദിനത്തിൽ സഭയെ ഒരുമിച്ച് കൂടുവാനായി സഹായിച്ചതിന് നന്ദി പറയുന്നു. ഇന്നീ ദിനത്തിൽ ക്രൂശികളെയും മൊഴികളെക്കുറിച്ച് പഠിക്കുകയും ധ്യാനിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആമേൻ. ക്രൂശീകരണത്തിൻ്റെ പ്രാരംഭത്തിൽ പടയാളികൾ യേശുവിന് കയ്പ് കലർത്തിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു എന്നാണ് മത്തായി 27:34 രേഖപ്പെടുത്തിയിട്ടുള്ളത്. യെരുശലേമിലെ ഭക്തിയുള്ള യഹൂദ സ്ത്രീകളുടെ മനുഷ്യസ്നേഹപരമായ ഒരു സേവനമായിരുന്നു ഈ പാനീയദാനം. മരണസമയത്തുണ്ടാകുന്ന വേദനയും പരവേശവും എത്രമാത്രമാണെന്ന് നമുക്ക് നിശ്ചയമില്ല. ചില സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഉള്ളം കയ്യിലും കാലിലും മാത്രം ആണി അടിച്ചതുകൊണ്ട് ഒരു മനുഷ്യൻ മരിച്ചു പോകണമെന്നില്ല. അങ്ങനെ മലയുടെ മുകളിൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ കഴുകൻ, പരുന്ത് മുതലായ പക്ഷികൾ വന്ന് ശരീരത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ കൊത്തിപ്പറിച്ച് തിന്നും അതുമൂലം വളരെ ദയനീയമായ അവസ്ഥയിലായിരിക്കും മരണം സംഭവിക്കുക. ഇങ്ങനെ ഓർമ്മയുടെയും ചിന്തയുടെയും മണ്ഡലങ്ങളിൽ ഞെട്ടൽ ഉളവാക്കുന്ന ദയനീയ അനുഭവങ്ങൾ നിമിത്തം കുറ്റക്കാരന് സുബോധം കെടുത്തിക്കളയുന്ന ഒരു പാനീയം ക്രൂശിൽ തറയ്ക്കുന്നതിന് മുൻപ് കൊടുക്കുക പതിവായിരുന്നു. എന്നാൽ യേശു അത് കുടിക്കാതെ തിരസ്കരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഊഞ്ഞമില്ലാത്ത കുഞ്ഞാടായി മനുഷ്യവർഗത്തിന് വേണ്ടി യാഗമായി തീരുക എന്നതാണ് ക്രിസ്തുവിൻ്റെ ലക്ഷ്യം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണമെന്ന് കർത്താവിന് നിശ്ചയമുണ്ടായിരുന്നു. ക്രിസ്തുവിൽ തികഞ്ഞ മനുഷ്യത്വം നമുക്ക് ദർശിക്കാം. മനുഷ്യനിമിത്തം ഉണ്ടായ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് മനുഷ്യനാണ്. അതുകൊണ്ടാണ് ദൈവപുത്രൻ മനുഷ്യനായി ജഡത്തിൽ അവതരിച്ചത്. ക്രിസ്തുവിൻ്റെ പാപമില്ലായ്മ, ക്രിസ്തുവിൻ്റെ ലംഘനമോ തെറ്റോ നിമിത്തമല്ല ക്രിസ്തു ക്രൂശിപ്പാൻ ഇടയായത്. ദേവപുത്രൻ എന്ന നിലയിൽ ആളത്വത്തിൽ കർത്താവ് അമർത്യനും ദിവ്യനുമാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജീവൻ അപൂർണരായ സകല മനുഷ്യരുടെ ജീവനേക്കാൾ അതിശ്രേഷ്ഠമാണ്. ആദ്യ 2 സുവിശേഷങ്ങളിലും ക്രിസ്തു കയ്പ് കലർന്ന വീഞ്ഞ് കുടിച്ചില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശു ദാഹിക്കുന്നു എന്ന് പറഞ്ഞതായും കുടിപ്പാൻ ചോദിച്ചതായും കുടിച്ചതായും പ്രസ്താവിക്കുന്നു. ദാഹം തീർക്കുന്നതിനുള്ള പാനീയമായിട്ടാണ് പടയാളികൾ യേശുവിന് കയ്പ് കലർന്ന വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തത്. സകലതും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. മരണസമയത്തുണ്ടാകുന്ന ദാഹം പോലെ ദുസ്സഹമായ മറ്റൊരു പരവേശം ഇല്ലെന്ന് പറയപ്പെടുന്നു. പ്രത്യേകിച്ച് ക്രൂശ് ചുമന്ന് വന്ന് ക്രൂശിൽ തറയ്ക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ദാഹം വളരെ കഠിനമാണ്. 2 കൈകളിലായി തറയ്ക്കപ്പെട്ട ആണികളിലാണ് ശരീരഭാഗം മുഴുവനും തൂങ്ങുന്നത്. ഞരമ്പുകളെല്ലാം ഭാരം കൊണ്ട് വലിഞ്ഞ് സന്ധിബന്ധങ്ങൾ വേർപെടുവാൻ തുടങ്ങുകയാണ്. ഈ നിലയിൽ ശ്വാസോച്ഛ്വാസം പോലും ദുസ്സഹമായി തോന്നിയ സാഹചര്യത്തിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് വിലപിച്ചപ്പോൾ ഒരു അല്പം വീഞ്ഞ് ഈ അന്ത്യനിമിഷത്തിൽ ലഭിച്ചത് ഒരു ആശ്വാസമായിരുന്നു. ക്രിസ്തുവിൻ്റെ ദാഹം അത് ശരീരവലയത്തിനുള്ളിൽ മാത്രം നിൽക്കുന്നതല്ലെന്നും അത് ആത്മീക യാഥാർത്ഥ്യങ്ങളെ കൂടെ ബന്ധിപ്പിക്കുന്നതാണെന്നും സൂചിപ്പിക്കുന്നു. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലഘട്ടത്തിൽ എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ശമരിയ സ്ത്രീയോട് മാത്രമല്ല നാം ഏവരോടും ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചേരുവാൻ നമ്മെ ലഭിക്കുവാൻ കാംക്ഷിക്കുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള വിലാപസ്വരം പ്രപഞ്ചത്തിലെങ്ങും മാറ്റൊലി കൊള്ളുന്നു. ഇടയനില്ലാത്ത മനുഷ്യവർഗം ചിന്നിയും ചിതറിയും ക്ലേശിക്കുന്നത് കൊണ്ട് നല്ല ഇടയനായ കർത്താവ് അതിവാഞ്ചയോടെ നമുക്കായി ദാഹിക്കുന്നു. ആർക്കു വേണ്ടി തിരുജീവൻ മറുവിലായി കൊടുക്കുവാൻ ക്രൂശാഹരണം ചെയ്തുവോ അവരിൽ ഒരു ആത്മാവെങ്കിലും തൊഴുത്തിന് പുറത്ത് കിടക്കുന്നിടത്തോളം യേശു ക്രിസ്തു സംതൃപ്തനല്ല. ക്രിസ്തുവിൻ്റെ ആ വാക്കുകൾ ഇന്ന് നമ്മെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ നല്ല പാത പിന്തുടരുവാൻ ഈ നല്ല വെള്ളിയാഴ്ച നമുക്ക് ഒരുങ്ങാമോ? അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. 141